ഇടുക്കി അടിമാലി 200 ഏക്കർ ടൗണിന് സമീപം ഇടവഴിയിൽ പുലിയെ കണ്ടതായി പ്രദേശവാസി. പുലർച്ചെ 4 മണിയോടെ കട തുറക്കുവാൻ നടന്നു വരുന്നതിനിടയിൽ പുലിയെ കണ്ടതായാണ് പ്രദേശവാസി നൽകുന്ന വിവരം. വിവരത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പ്രദേശത്ത് പരിശോധന നടത്തി. മണ്ണുണങ്ങിക്കിടക്കുന്നതിനാൽ കാൽപ്പാടുകൾ പോലുള്ള അടയാളങ്ങളൊന്നും വനംവകുപ്പിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വേനൽ കനത്തതോടെ ഹൈറേഞ്ച് മേഖലയിൽ വന്യജീവി ശല്യം വർദ്ധിച്ചിട്ടുണ്ട്. അടിമാലി 200 ഏക്കർ ടൗണിന് സമീപം ഇടവഴിയിൽ പുലിയെ കണ്ടതായി പ്രദേശവാസി നൽകുന്ന വിവരം ആശങ്ക ഉയർത്തുന്നുണ്ട്. പുലർച്ചെ 4 മണിയോടെ പൊളിഞ്ഞ പാലത്തുള്ള കട തുറക്കുന്നതിനായി ഇടവഴിയിലൂടെ നടന്നു വരുന്നതിനിടയിൽ പുലിയെ കണ്ടതായാണ് പ്രദേശവാസിയായ രാജു പറയുന്നത്. പിന്നീട് സമീപത്തെ വാഴത്തോട്ടത്തിലേക്ക് പുലി ഓടിമറിഞ്ഞതായും രാജു പറയുന്നു. വെളുപ്പിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി മെഴുകഞ്ചാല് റോഡ് നടന്ന് 200 ഏക്കറിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞ് കിടക്കുമ്പം നാട്ടുനിലം സണ്ണി എന്ന് പറഞ്ഞ ഒരാളുടെ പറമ്പിൻ്റെ സൈഡിൽ വെച്ച് പുലിയെ നേരിട്ട് ഒരു വളവ് തിരിഞ്ഞ് വരുമ്പോഴാണ് ഇതിനെ കാണുന്നത്. മൊബൈൽ ഫോണിൻ്റെ വിളിച്ച എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, 3 സ്ട്രീറ്റ് ലൈറ്റും ഉണ്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ചാൽ എൻ്റെ ലൈറ്റ് വെട്ടം കണ്ടത് പുലി നേരെ അവിടെ ഒരു വാഴത്തോട്ടത്തിലേക്ക് എടുത്ത് ചാടി. പിന്നെ അത് എങ്ങോട്ടാണ് പോയത് എന്നാണെന്നറിയില്ല. വനം വകുപ്പിൽ മുൻപ് താൽക്കാലിക വാച്ചർ കൂടിയായിരുന്ന രാജു നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പ്രദേശത്ത് പരിശോധന നടത്തി. മണ്ണ് ഉണങ്ങിക്കിടക്കുന്നതിനാൽ കാൽപ്പാടുകൾ പോലുള്ള അടയാളങ്ങളൊന്നും വനവകുപ്പിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൈതച്ചാൽ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളാണ് 200 ഏക്കർ മില്ലുംപടി ഭാഗങ്ങൾ. കഴിഞ്ഞ വർഷവും 200 ഏക്കർ ഭാഗത്ത് പുലി ഇറങ്ങിയതായി പ്രദേശവാസികൾ വിവരം പങ്കുവയ്ക്കുകയും പുലിയുടെ കാൽപാദം കണ്ടെത്തുകയും ചെയ്തിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.